കാട്ടിലെ രാജാവായ ശക്തനായ സിംഹത്തിന് വിശന്നു. അവൻ തന്റെ കൗശലക്കാരനായ ഉപദേഷ്ടാവായ കുറുക്കനെ വിളിച്ചുവരുത്തി അലറി, "എനിക്ക് വേഗം ഭക്ഷണം കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നും." ഭയന്നുപോയ കുറുക്കൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ ഓടിപ്പോയി. അധികം വൈകാതെ അവൻ അടുത്തുള്ള വയലിൽ മേയുകയായിരുന്ന സാധുവായ കഴുതയെ കണ്ടു. "ഓ മാന്യനായ കഴുതേ," കുറുക്കൻ താഴ്മയായി വണങ്ങിക്കൊണ്ടു പറഞ്ഞു. "മഹാനായ സിംഹം അങ്ങയെ വിളിക്കുന്നു. അങ്ങയ്ക്ക് ഏറ്റവും വലിയ ബഹുമതി നൽകാനും കാട്ടിലെ രാജാവാക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു." അതിരുകവിഞ്ഞ പ്രശംസയിൽ മതിമറന്ന അവിവേകിയായ കഴുത കുറുക്കനെ അനുഗമിച്ച് സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. കഴുത അടുത്തെത്തിയ ഉടൻ സിംഹം അതിനെ ആക്രമിച്ചു. കഴുത കഷ്ടിച്ചു ഒഴിഞ്ഞുമാറി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അതിന്റെ ചെവി കീറി ചൂറിയൊലിപ്പിച്ചുകൊണ്ട് കുറുക്കന്റെ അടുത്തേക്ക് മടങ്ങിവന്നു. "എന്നെ സിംഹം ആക്രമിച്ചു," കഴുത വിറച്ചുകൊണ്ട് കരഞ്ഞു. "എനിക്കെന്റെ ചെവി നഷ്ടപ്പെട്ടു." കുറുക്കൻ ആ മുറിവിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് പറഞ്ഞു, "അതൊരാക്രമണമായിരുന്നില്ല, പ്രിയ സുഹൃത്തെ. സിംഹം രാജകീയ കിരീടത്തിന്റെ അളവ് നോക്കുകയായിരുന്നു. അത് അങ്ങയുടെ തലയിൽ കൃത്യമായി വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു." ആ മധുരമായ കള്ളം വിശ്വസിക്കാൻ ആഗ്രഹിച്ച കഴുത തലയാട്ടി ബോധ്യപ്പെട്ടു. അത് സിംഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. സിംഹം വീണ്ടും ആക്രമിച്ചു. ഇത്തവണ കഴുതയ്ക്ക് അതിന്റെ വാൽ നഷ്ടപ്പെട്ടു. പക്ഷെ ഭയത്താൽ അത് വീണ്ടും രക്ഷപ്പെട്ടു. ദുഃഖിതനായി അത് കുറുക്കന്റെ അടുത്തു ചെന്നു. "അവൻ എന്നെ വീണ്ടും ആക്രമിച്ചു. എനിക്കെന്റെ വാൽ നഷ്ടപ്പെട്ടു. ക്ഷമിക്കൂ യുവരാജാവേ, അത് അങ്ങ് സിംഹാസനത്തിൽ ശരിയായ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ വാൽ ഇരിപ്പിടത്തിനൊരു തടസ്സമായിരുന്നു. അതിനാൽ അദ്ദേഹം അത് ദയവായി നീക്കം ചെയ്തു." അവിശ്വസനീയമാം വിധം കഴുത കുറുക്കന്റെ ഈ ന്യായീകരണവും വിശ്വസിച്ചു. അടുത്തത് കിരീടധാരണമാണെന്നുറച്ച് അത് മൂന്നാമത്തെ തവണയും സിംഹത്തിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഇത്തവണ സിംഹം കഴുതയെ ആക്രമിച്ചു കൊന്നു. ഒടുവിൽ തന്റെ ഭക്ഷണം ഉറപ്പിച്ചു. കുറുക്കൻ കഴുതയെ കഷണങ്ങളാക്കി സിംഹത്തിന് ശ്വാസകോശവും കരളും ഹൃദയവും കൊണ്ടുവന്നു കൊടുത്തു. പക്ഷെ തലച്ചോറ് മാത്രമുണ്ടായിരുന്നില്ല. "തലച്ചോറെവിടെ?" സിംഹം സംശയത്തോടെ അലറി. കുറുക്കൻ ശാന്തമായി മറുപടി പറഞ്ഞു, "ഓ മഹാരാജാവേ, അതിന് തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ചെവിയും വാലും നഷ്ടപ്പെട്ട ശേഷം അതൊരിക്കലും തിരികെ വരുമായിരുന്നില്ല." ഈ കഥ നമ്മെ രണ്ട് സുപ്രധാന പാഠങ്ങൾ പഠിപ്പിക്കുന്നു. എല്ലാ മധുരവാക്കുകളും വിശ്വസിക്കരുത്. 2. നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന എല്ലാവർക്കും നല്ല ഉദ്ദേശങ്ങളുണ്ടായിരിക്കണമെന്നില്ല.